ഷൊർണൂർ റെയിൽവേ ജംഗ്ഷന് മുന്നിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെന്ന ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. സ്റ്റേഷന് സമീപത്തെ പഴയ റോഡിൽ ഓട്ടോറിക്ഷകൾ നിർത്തിയിടാൻ അനുമതി നൽകിയിരിക്കുകയാണ് റെയിൽവേ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ 86 ഓട്ടോറിക്ഷകൾക്കും ഇനി തിരക്കില്ലാത്ത രീതിയിൽ നിർത്തിയിടാം. 5 വണ്ടികൾക്ക് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിർത്താനും അനുമതി നൽകിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് പുറമെ സ്റ്റേഷന് മുന്നിൽ നിർത്തിയിടുന്ന ടാക്സികൾക്ക് സ്റ്റേഷന്റെ ഒരു വശത്തായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 18 ടാക്സികളാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നും യാത്ര നടത്തുന്നത്. ടാക്സി സ്റ്റാൻഡിന് പിന്നിലെ സ്ഥലത്ത് പൂന്തോട്ടവും ഒരുക്കിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷൻ നവീകരണം ആരംഭിച്ചപ്പോൾ വർഷങ്ങളായി ഓട്ടോ നിർത്തിയിട്ടിരുന്ന സ്റ്റേഷന്റെ കിഴക്കുഭാഗത്തെ സ്ഥലത്തു നിന്നും വാഹനങ്ങൾ മാറ്റാൻ റെയിൽവേ നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെ സമീപത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലത്ത് താൽക്കാലികമായി ഓട്ടോ ടാക്സികൾ നിർത്തിയിടുകയായിരുന്നു. എന്നാൽ പൊതുമരാമത്ത് അധികൃതർ എത്തി സ്ഥലത്ത് ഷീ ലോഡ്ജ് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞ് വേറെ സ്ഥലം നോക്കാൻ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് റോഡിനൊരു വശത്ത് വാഹനങ്ങൾ നിർത്തിയായിരുന്നു യാത്രക്കാരുമായി സവാരി നടത്തിയിരുന്നത്. ഇതിനിടയിൽ പോലീസും RPFും റെയിൽവേ സ്റ്റേഷന് മുന്നിൽ അനധികൃത പാർക്കിംഗ് പാടില്ലെന്ന മുന്നറിയിപ്പും നൽകി. ഇതോടെ 100-ലധികം വാഹനങ്ങളും തൊഴിലാളികളും പ്രതിസന്ധിയിലായി. ഇതിനിടെ സദേൺ റെയിൽവേ മാനേജർ സന്ദർശനം നടത്തിയപ്പോൾ ഓട്ടോ നിർത്തിയിടാൻ സൗകര്യമൊരുക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിവേദനത്തിലൂടെ ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പ്രശ്നം റെയിൽവേയെ അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് റെയിൽവേയുടെ കീഴിലുള്ള സ്ഥലം ഓട്ടോ സ്റ്റാൻഡാക്കി ഉപയോഗിക്കാൻ തൊഴിലാളികൾക്ക് അനുമതി നൽകിയത്. ഓട്ടോ നിർത്തിയിടുന്ന ഭാഗത്ത് വെളിച്ച സൗകര്യം ഒരുക്കി തരണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും ലഭിച്ചില്ലെന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. രാത്രി യാത്രക്കാർ സവാരിക്ക് ഓട്ടോ വിളിക്കാൻ എത്തുന്നില്ലെന്നും രാത്രിയായാൽ ഓട്ടോ നിർത്തിയിടുന്നത് വെളിച്ചക്കുറവ് മൂലം ആരും അറിയുന്നില്ലെന്നും ഡ്രൈവർമാർ പറഞ്ഞു. ഒരു കാര്യമില്ല, വണ്ടി കാണണ്ടേ. എന്നിട്ടാണ് മറ്റേ DCM വന്നപ്പോൾ മൂപ്പരടുത്ത് പറഞ്ഞപ്പോഴാണ് അവസാനം ഒരു 4 വണ്ടി അവിടെ തോളാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ 3-4 ലൈറ്റ് ഇട്ട് തരാൻ പറഞ്ഞു. ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. രാത്രി ഫുൾ ഇരുട്ടാണ്. എന്തെങ്കിലും അറിഞ്ഞാൽ കൂടി അറിയില്ല. അതുപോലെ ഞങ്ങൾക്ക് ഈ മഴയൊക്കെ പെയ്യുന്നു. 4 ദിവസം മുന്നേ ഒരു മഴ ഉണ്ടായില്ലേ, മഴയൊക്കെ വരുമ്പോൾ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇരിക്കാൻ ഒരു സംവിധാനമില്ല. വെയിലും മഴയായാലും ഒക്കെ ഇതിൽ തന്നെയാണ്. രാത്രി ആയാലും വെളിച്ചമില്ല. ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്, ഇട്ട് തന്നിട്ടില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ.